സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ ചൂടേറിയ ചർച്ച. പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ സർക്കാരിനെ പ്രതിപക്ഷം കടന്നാക്രമിച്ചു. 9 വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമെന്ന് പ്രതിപക്ഷ നേതാവ്. രാജ്യത്തെ ഏറ്റവും മികച്ച സേനയെന്ന് പ്രശംസിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തി മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പോൾ കണക്കുകൾ നോക്കാം. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ? 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ്. പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ട് ഇടിച്ചത് ഇവൻ ആരാണ്? ആക്ഷൻ ഹീറോ ബിജുവോ? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ശ്രീജിത്തുണ്ട് ഇപ്പോൾ നിയമസഭയിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തി? മുഖ്യമന്ത്രിയുടെ മറുപടി, പ്രതിരോധം എങ്ങനെയായിരുന്നു? വിവരങ്ങൾ ശ്രീജിത്ത്. ഉന്മേഷ, പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി രാവിലെ തന്നെ ശൂന്യവേളയുടെ തുടക്കത്തിൽ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂർ നീണ്ട ചർച്ച നടന്നത്. റോജി എം ജോൺ ആണ് പ്രതിപക്ഷത്ത് നിന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ സംസ്ഥാനത്തെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിന് നേരെ നടന്ന ആക്രമണം മാത്രമല്ല പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്, മറിച്ച് അതിനുശേഷം പീച്ചി ഡാം പോലീസ് സ്റ്റേഷനിൽ നടന്ന അക്രമം, ഒപ്പം തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങൾ, മറ്റ് മൂവാറ്റുപുഴയിൽ ഒരു ബാറ്ററി വിൽക്കാൻ പോയ ഒരു യുവാവിനുണ്ടായ ദുരനുഭവം, അങ്ങനെ നൂറുകണക്കിനായ സംഭവങ്ങൾ ദിനംപ്രതി കേരള പോലീസുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുകയാണ് എന്ന കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഇത്തരം കാര്യത്തിൽ ഏറ്റവും പ്രകടമായത് സർക്കാരിനോട് വിധേയത്വം പുലർത്തുന്ന ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാം എന്നൊരു മാൻഡേറ്റ് സർക്കാർ നൽകിയിരിക്കുന്നു. കുറ്റക്കാരെയെല്ലാം മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന സമീപനമാണ്. മുഖ്യമന്ത്രിക്ക് പോലീസിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സേനയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം പോലീസിനെ നിയന്ത്രിച്ചു എന്ന പേര് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കായി മാറും എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ സർക്കാരാകട്ടെ കുന്നംകുളത്തെ സംഭവം അടക്കം ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് ഭരണപക്ഷ MLA-മാർ ശ്രമിച്ചത്. കുന്നംകുളത്തെ സംഭവം വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അന്ന് തന്നെ നടപടിയെടുത്തു. ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ പോലുള്ള നടപടികളും എടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് ഭരണപക്ഷം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ UDF-ന്റെ കാലത്ത് നടന്ന രൂക്ഷമായ പോലീസ് അതിക്രമങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഈ ഭരണപക്ഷ MLA-മാരും നടത്തി. അടിയന്തരാവസ്ഥക്കാലം മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരിട്ട പോലീസ് പീഡനങ്ങളെ പറ്റിയുള്ള നിരവധിയായ കാര്യങ്ങൾ ഭരണപക്ഷവും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്തിനെ ആക്രമിച്ച സുജിത്തിന് നേരെ അതിക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നതായിരുന്നു. എന്നാൽ ആ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ തയ്യാറായില്ല. കുറ്റക്കാർക്കെതിരെ പിരിച്ചുവിടൽ പോലുള്ള നടപടികൾ സ്വീകരിച്ച സർക്കാരാണിത്. മുൻപ് സ്വീകരിച്ചിട്ടുണ്ട്, അത് ഇനിയും സ്വീകരിക്കും. എന്നാൽ കുറ്റത്തിന്റെ ഗൗരവം നോക്കിയായിരിക്കും അത്തരം നടപടികളിലേക്ക് സർക്കാർ നീങ്ങുക എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പിരിച്ചുവിടൽ എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം സഭാതലത്തിൽ നടത്താൻ മുഖ്യമന്ത്രിക്ക് ഭരണപരമായ പരിമിതികൾ ഉണ്ടാകാം. എന്നാലും പ്രതിപക്ഷം ഇപ്പോൾ അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 MLA-മാർ സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും മഞ്ചേശ്വരം MLA AK മഷറഫുമാണ് സഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 2 മണിക്കൂറിലേറെ നീണ്ട അടിയന്തര പ്രമേയ ചർച്ചയാണ് നിയമസഭയിൽ നടന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 2 പ്രതിപക്ഷ MLA-മാരുടെ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.